പ്രഭാഷകന്റെ പുസ്തകം 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലെ ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആരുടെ പിൻതലമുറയാണ് നിത്യനിന്ദയ്ക്ക് പാത്രമാകുന്നത്? പാപികളുടെ പിൻതലമുറ. 41 അധ്യായം 6 വാക്യം. എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത്? ദൈവഭയമില്ലാത്ത പിതാവിനെ. എങ്ങനെയുള്ള പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ദ അനുഭവിക്കുന്നത്? ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം. ആർക്ക് കഷ്ടമെന്നാണ് പ്രഭാഷകൻ 41:8 കാണുന്നത്? അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തിന്. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. ഈ പരാമർശം ആരെക്കുറിച്ചാണ്? അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനത്തെക്കുറിച്ച്. 41 അധ്യായം 9 വാക്യം. പൂരിപ്പിക്കുക. ഡാഷ് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. പൊടിയിൽ നിന്ന് വന്നവൻ. ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത്? ദൈവഭയമില്ലാത്തവൻ. പൂരിപ്പിക്കുക. ഡാഷ് മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ഡാഷ് പേര് പോലും മാഞ്ഞു പോകുന്നു. ശരീരനാശത്തെ പ്രതി മനുഷ്യൻ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകുന്നു. എന്തിൽ ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? സത്കീർത്തിയിൽ. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായതെന്ത്? സത്കീർത്തി. പൂരിപ്പിക്കുക. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ ഡാഷ് ശാശ്വതവും. സത്കീർത്തി ശാശ്വതവും. പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ ഡാഷ് സമാധാനത്തിൽ വർത്തിക്കുവിൻ, ഉപദേശങ്ങൾ പാലിച്ച്. നിഷ്പ്രയോജനമായത് എന്തെല്ലാം? നിഗൂഢജ്ഞാനവും അജ്ഞാതനിധിയും. ആരാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം? വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ. ആരുടെ മുമ്പിൽ അസന്മാർഗിയായിരിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? പിതാവിന്റെയോ മാതാവിന്റെ മുമ്പിൽ? ആരുടെ മുമ്പിൽ വ്യാജം പറയുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെ മുമ്പിൽ? ആരുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ? ആരുടെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ? ആരുടെ മുമ്പിൽ അനീതി പ്രവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത്? സ്നേഹിതന്റെയോ പങ്കാളിയുടെ മുമ്പിൽ? പ്രഭാഷകൻ 41:19 പ്രകാരം ലജ്ജാകരമായതെന്ത്? സ്വന്തം സ്ഥലത്തുനിന്ന് മോഷ്ടിക്കുക. എന്തിന്റെ മുമ്പിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദൈവത്തിന്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ. വചനം വഴി നിർവഹിക്കപ്പെടുന്നതെന്ത്? കർത്താവിന്റെ പ്രവൃത്തികൾ. 42 അധ്യായം 15 വാക്യം. തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നതെന്ത്? സൂര്യൻ. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നതെന്ത്? കർത്താവിന്റെ മഹത്വം. കർത്താവിന്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായതെന്ത്? അവിടുത്തെ വിസ്മയനീയമായ പ്രവൃത്തികൾ. എന്തിനു വേണ്ടിയാണ് സർവശക്തനായ കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത്? പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി. കർത്താവ് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് ഗ്രഹിക്കുന്നതെന്ത്? അവയുടെ നിഗൂഢതകൾ. കർത്താവ് നിരീക്ഷിക്കുന്നതെന്ത്? കാലത്തിന്റെ സൂചനകൾ. കർത്താവ് പ്രഖ്യാപിക്കുന്നതെന്ത്? ഭൂതവും ഭാവിയും. 42 അധ്യായം 19 വാക്യം. എന്താണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്? നിഗൂഢ രഹസ്യങ്ങൾ. പൂരിപ്പിക്കുക. ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല. ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല. കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? അവിടുത്തെ ജ്ഞാനത്തിന്റെ മഹിമകൾ. അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര്? കർത്താവ്. അവിടുത്തെ ഡാഷ് എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്, പ്രവൃത്തികൾ എത്ര അഭികാമ്യം. പൂരിപ്പിക്കുക. അവയെല്ലാം എന്നേക്കും ഡാഷ് നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു, ജീവിക്കുകയും വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. പൂരിപ്പിക്കുക.
എല്ലാ വസ്തുക്കളും ഡാഷ് ഡാഷ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല. ജോഡികളായി, ദ്വന്ദ്ങ്ങളായി പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിന് ഡാഷ്. അവിടുത്തെ ഡാഷ് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? പൂരകമാണ്. മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? പ്രഭാഷകൻ 42:9 സമാനമായ ബൈബിൾ ഭാഗമേത്? നിയമാവർത്തനം 24:1. പ്രഭാഷകൻ 42:18 സമാനമായ സുഭാഷിത ഭാഗമേത്? സുഭാഷിതം 15:11. പ്രഭാഷകൻ 42:20 സമാനമായ സങ്കീർത്തന ഭാഗമേത്? സങ്കീർത്തനം 139 1-4. പ്രഭാഷകൻ 43:21 പ്രകാരം ചൂടുകൊണ്ട് ദഹിക്കുന്നതെന്ത്? പർവ്വതങ്ങൾ. ചൂടുകൊണ്ട് വരളുന്നതെന്ത്? മരുഭൂമി. അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നതെന്ത്? സസ്യങ്ങൾ. എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നതെന്ത്? മൂടൽമഞ്ഞ്. മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. 43:22 പ്രഭാഷകൻ 43:23 അത്യുന്നതന്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത്. സമുദ്രത്തിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര്? സമുദ്രസഞ്ചാരികൾ. 43:24 പൂരിപ്പിക്കുക. അസാധാരണവും ഡാഷ് സൃഷ്ടികൾ അതിലുണ്ട്. എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ ഡാഷ് അതിലുണ്ട്. അത്ഭുതകരമായ സൃഷ്ടികൾ അതിലുണ്ട്. സമുദ്ര സത്വങ്ങളും അതിലുണ്ട്. അത്യുന്നതൻ ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ? സ്വന്തം ശക്തിയാൽ. 43:26 എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ? അവിടുത്തെ വചനത്താൽ. എല്ലാറ്റിൻ്റെയും സാരം എന്താണ്? എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്, അവിടുന്നാണ് സർവ്വവും. പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? എല്ലാ ഡാഷ് അവിടുന്ന് ഉന്നതനാണ്. പ്രകീർത്തിക്കാൻ സൃഷ്ടികളെക്കാൾ അവിടുന്ന് ഉന്നതനാണ്. ഭയവും ഭക്തിയും ജനിപ്പിക്കുന്ന ആര്? 43:29 പ്രകാരം കർത്താവ്. സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ച്? മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച്. ആരാണ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും വിജ്ഞാനം പ്രഘോഷിക്കുന്നത്? ജനതകൾ. മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നതാര്? സമൂഹം. കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആര്? ഹെനോക്ക്. ആര് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടുവെന്നാണ് പ്രഭാഷകൻ 44:16 കാണുന്നത്? ഹെനോക്ക്. എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായിരുന്നത് ആര്? ഹെനോക്ക്. തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച്? നോഹയെക്കുറിച്ച്. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അവൻ ആര്? നോഹ. നോഹയുമായി ചെയ്യപ്പെട്ട നിത്യമായ ഉടമ്പടി എന്ത്? മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന്. അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നത് ആര്? അബ്രാഹാം. പൂരിപ്പിക്കുക. അവൻ ഡാഷ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഡാഷ് ഏർപ്പെടുകയും ചെയ്തു. 44:20 അത്യുന്നതന്റെ നിയമം ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാര്? അബ്രാഹാം. പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതാര്? അബ്രാഹാം. പൂരിപ്പിക്കുക. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് ഡാഷ് കർത്താവ് ഉയർത്തി. കാരുണ്യവാനായ ഒരുവനെ. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ ആര്? മോശ. കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ദൈവദൂതന്മാർക്ക്. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്കവിധം കർത്താവ് ശക്തനാക്കിയതാരെ? മോശയെ. ആരെ അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത്? മോശ. ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നതനാക്കിയത്? രാജാക്കന്മാരുടെ സന്നിധിയിൽ. കർത്താവ് മോശയെ ഏൽപ്പിച്ചതെന്ത്? തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ. തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം
കർത്താവ് നൽകിയത് ആർക്ക്? മോശയ്ക്ക്. കർത്താവ് മോശയെ വിശദീകരിച്ചതെങ്ങനെ? വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. അഹറോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചതെങ്ങനെ? കർത്താവിന്റെ ക്രോധത്തിൽ. പൂരിപ്പിക്കുക. യൂദാ ഗോത്രജനായ ഡാഷ് ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. ജെസ്സയുടെ പുത്രൻ. 45 അധ്യായം 25 വാക്യം. യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്ന ആര്? നൂനിന്റെ പുത്രൻ ജോഷുവ. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. അവനാര്? ജോഷുവ. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ആര്? ജോഷുവ. പൂരിപ്പിക്കുക. ഡാഷ് വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? കർത്താവിന് വേണ്ടി. ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? ജോഷുവയുടെ. പൂരിപ്പിക്കുക. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് ഡാഷ് ദൈർഘ്യമുണ്ടായില്ലേ? 2 ദിവസത്തെ. പൂരിപ്പിക്കുക. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായ ഡാഷ് വിളിച്ചപേക്ഷിച്ചു. അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷയ്ക്ക് ഉത്തരമരുളിയത്? ശക്തമായ കന്മഴ അയച്ച്. സാമുവേലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത്? നാഥാൻ. 47 അധ്യായം 1 വാക്യം. എന്തുപോലെയാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ. ദാവീദ് എന്തിനോടുകൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത്? കോലാട്ടിനും കുട്ടികളോടുകൂടെ എന്ന പോലെ. എന്തിനോടാണ് ദാവീദ് ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത്? കരടികളോട്. ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരം ഉയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഗോലിയാത്തിന്റെ അഹങ്കാരം. ദാവീദ് ഗോലിയാത്തിനെ കൊന്ന് ആരുടെ അപമാനമാണ് നീക്കിയത്? ജനത്തിന്റെ അപമാനം. പ്രഭാഷകൻ 47:5 പ്രകാരം എന്തിനു വേണ്ടിയാണ് അത്യുന്നതനായ കർത്താവ് ദാവീദിന്റെ വലത്തുകരം ശക്തമാക്കിയത്? തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്. എപ്രകാരമാണ് ജനം ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട്. എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത്? കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി. ദാവീദ് തുടച്ചു മാറ്റിയത് ആരെ? ചുറ്റുമുള്ള ശത്രുക്കളെ. ദാവീദ് നശിപ്പിച്ചതാരെ? എതിരാളികളായ ഫിലിസ്ത്യരെ. ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്നു. അവർ ആര്? ഫിലിസ്ത്യർ. ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് എങ്ങനെ? തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച്. ആരാണ് പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ദാവീദ്. ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചതാരെ? ഗായക സംഘത്തെ. ആരാണ് ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തത്? ദാവീദ്. ഗായക സംഘം ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിനു മുമ്പ് തന്നെ മുഖരിതമായതെന്ത്? വിശുദ്ധ സ്ഥലം. ദാവീദിന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തത് ആര്? കർത്താവ്. ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ആര്? ഏലിയ. ഏലിയ നാശത്തിലേക്ക് നയിച്ചതാരെ? രാജാക്കന്മാരെ. ഏലിയ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയതാരെ? പ്രസിദ്ധന്മാരെ. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. അവനാര്? എലീഷ. അവന്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. അവനാര്? യെശയ്യാ പ്രവാചകൻ. 48 അധ്യായം 23 വാക്യം. പ്രഭാഷകൻ 49:9 പറയുന്ന പ്രകാരം ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത്? കൊടുങ്കാറ്റ്. ആർക്കാണ് ദൈവം നന്മ ചെയ്തത്? നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക്. വലതു കൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്?
സെറുബ്ബാബേലിനെക്കുറിച്ച് 49 അധ്യായം 11 വാക്യം. ആക്രമണം ചെറുക്കാൻ ശിമെയോൻ ചെയ്തതെന്ത്? നഗരത്തിന് കോട്ട കെട്ടി. ആരാണ് പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത്? ശിമെയോൻ. പ്രഭാഷക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെ നയിക്കുന്നതെന്ത്? കർത്താവിന്റെ പ്രകാശം. പ്രഭാഷകൻ 50:25 രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേത് ജനതയല്ല. ഏതെല്ലാമാണ് ഈ ജനതകൾ? സെയീർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും ശെക്കെമിലെ മൂഢജനതയും.